എല്ലാ നല്ലവരായ കൂട്ടുകാർക്കും എല്ലാ ഇൻവെസ്റ്റേഴ്സിനും എല്ലാ ട്രേഡേഴ്സിനും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് LIC എന്ന ഷെയർസിനെ കുറിച്ചാണ്. അപ്പോൾ LIC കഴിഞ്ഞ വെള്ളിയാഴ്ച നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. എന്താണ് ഈ കുതിപ്പിന് കാരണം? ഇനി LIC ഇനിയും കുതിക്കുമോ? ഇതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത കൂട്ടുകാരനോ അല്ലെങ്കിൽ ബന്ധുക്കൾക്കോ ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഈ വിവരം ഉപകാരപ്രദമായിരിക്കും. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എന്ന് കേൾക്കാത്തവരായി ഇന്ത്യക്കാർ ആരും ഉണ്ടാകില്ല എന്നാണ് തോന്നുന്നത്. പലർക്കും LIC പോളിസി ഉണ്ടാകും. ഓഹരി വിപണിയിൽ മികച്ച നേട്ടം സമ്മാനിക്കുന്ന കമ്പനി കൂടിയാണ് LIC. വെള്ളിയാഴ്ച കഴിഞ്ഞ ട്രേഡിംഗ് ദിവസം ഏകദേശം 6% നേട്ടമാണ് LIC ഓഹരി നേടിയത്. ഇപ്പോൾ LICയുടെ വില നമുക്ക് ഇപ്പോൾ ചാർട്ടിൽ നോക്കിയാൽ കാണാം. ഏകദേശം 1066 രൂപയാണ് LICയുടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വില. നമുക്ക് നോക്കിയാൽ കുറച്ച് ദിവസങ്ങളിലേക്ക് ശേഷം കണ്ടത് ഇവിടെ നിന്നാണ് 881 നിന്ന് ഏകദേശം 1066 പോയിട്ടുള്ളത്. അപ്പോൾ ഏകദേശം 5% നേട്ടമാണ് ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ട്രേഡിംഗ് ദിവസങ്ങൾ കൊണ്ട് ഇത്രയും പ്രോഫിറ്റാണ് ഇത് നേടിയത്. ഏകദേശം 5% നേട്ടം നേടിയിട്ടുണ്ട്. ഈ വർഷം ഏകദേശം 30% നേട്ടം LICക്ക് ഷെയർ എടുത്തത്. കാരണം ഈ വർഷം എന്ന് പറയുമ്പോൾ ഇതാണ് 2024 തുടക്കം ഇവിടെ. അപ്പോൾ ഇവിടുത്തെ റേറ്റ് നമ്മൾ നോക്കിയാൽ അറിയാം. നമുക്ക് ചാർട്ട് വെച്ച് 750 ഏകദേശം. അപ്പോൾ ഈ 750 നിന്നാണ് ഇത് 1066. അപ്പോൾ ഏകദേശം ഒരു 30% മുകളിൽ ഒരു ആവറേജ് നമ്മൾ നോക്കുമ്പോൾ ഒരു 33% കിട്ടുന്നുണ്ട്. അത്രയും നേട്ടം ഈ വർഷം LIC നിക്ഷേപകർക്ക് നേടിക്കൊടുത്ത ഒരു ഷെയറാണ് ഇത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല രീതിയിൽ LIC ഷെയർ കയറി. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരു കാരണവും ഇല്ലാതെ ഒരു ഷെയർ കയറില്ല അല്ലെങ്കിൽ ഒരു ഷെയർ ഇടിയില്ല എന്ന് മനസ്സിലാവും. അത് 2-3 രീതിയിലായിട്ട് അതായത് ഓർഡേഴ്സ് കിട്ടുക, അങ്ങനെ രീതിയിൽ അതിൽ ഷെയർ കയറും. അല്ലെങ്കിൽ മൊത്തം നിഫ്റ്റിയുടെ വ്യൂ അല്ലെങ്കിൽ മൊത്തം ഇന്ത്യയുടെ സാമ്പത്തിക നില എന്തെങ്കിലും GDP ഗ്രോത്തോ എന്തെങ്കിലും അങ്ങനെ വന്നാൽ ഷെയർസ് വരും. അതുകൂടാതെ ആ പർട്ടിക്കുലർ ഷെയർസിൽ പ്രോഫിറ്റ് കൂടുതലിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പയർ ചെയ്യുമ്പോൾ പ്രോഫിറ്റ് പ്രഖ്യാപിക്കേണ്ട ആ സമയത്ത് കഴിഞ്ഞ ക്വാർട്ടറിൽ അല്ല കഴിഞ്ഞ ഇയറായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പ്രോഫിറ്റിൽ നല്ല ഗ്രോത്ത് ഉണ്ടെങ്കിൽ ആ സമയത്ത് കൂടും. അത് കൂടാതെ ടെക്നിക്കൽ ലെവൽസ്, ചില ലെവൽസ് കഴിഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ലെവൽസൊക്കെ ഉണ്ടാവില്ല, നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് അങ്ങനെ വരുമ്പോഴും ഷെയർസ് അങ്ങനെ വിവിധ തരങ്ങളിലാണ് ഒരു ഷെയറിൻ്റെ വില കയറുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കിയാൽ ഈ LIC ഷെയർസിൻ്റെ വില കയറാനായിട്ട് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, അതായത് LIC ഇപ്പോൾ ലൈഫ് ഇൻഷുറൻസ് ആണ് പറയുന്നത്. നമ്മൾ അതായത് നമ്മൾ മരിച്ചാൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുകയുള്ളൂ. അങ്ങനത്തെ ഒരു പോളിസിയാണ് LICക്ക് ഉള്ളത്. ഇപ്പോൾ അത് മാറിയിട്ട് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിലേക്ക് LIC കടക്കാനായിട്ട് പദ്ധതി ഇടുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നതിന് പിന്നാലെയാണ് LIC ഷെയർസിൻ്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ കുതിപ്പിന് ആധാരം. അതായത് ഏതോ ഒരു ഇൻഷുറൻസ് കമ്പനികളിൽ ഇന്ത്യയിൽ ഇപ്പോൾ പലതരം ആരോഗ്യ ഇൻഷുറൻസ് കമ്പനികളുണ്ട്. അതിൽ നിന്ന് ഒരു കമ്പനിയെ LIC ഏറ്റെടുക്കാൻ ആലോചിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് ഷെയർ ഉയർന്നത്. കാരണം കഴിഞ്ഞ മെയ് മാസത്തിൽ LIC ചെയർമാൻ അങ്ങനെ ഒരു ന്യൂസ് പറയുന്നുണ്ടായിരുന്നു LICയുടെ മുന്നിലുള്ള സാധ്യതകളെ കുറിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് ഇപ്പോൾ LIC ഷെയർ ഉയർന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരൊറ്റ പോളിസിക്ക് കീഴിൽ ജീവൻ, ആരോഗ്യം, സമ്പാദ്യം എന്നിവ 3 രീതിയിൽ സംയോജിപ്പിച്ച് സമഗ്രമായ ഇൻഷുറൻസ് ഓപ്ഷനുകൾ നൽകാനായിട്ട് ഒരു കോമ്പോസിറ്റ് ലൈസൻസ് ഇൻഷുർമാരെ പ്രാപ്തരാക്കും. ഇങ്ങനെ വരുമ്പോൾ അത് പ്രീമിയം കുറയ്ക്കാനും പോളിസി ഉടമകൾക്കുള്ള ക്ലെയിം
അതിൻ്റെ പ്രക്രിയ ലളിതമാക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ LIC കൂടുതൽ സാധ്യതകളാണ് കാണപ്പെടുന്നത്. LIC ഷെയർസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 2022, അതായത് നമ്മൾ ഇപ്പോൾ പറയുന്ന കൃത്യം 2 വർഷത്തിന് മുന്നാണ് LIC ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തത്. അതായത് ഏകദേശം 22 കോടിയിലധികം ഷെയർസാണ് IPO വഴി കേന്ദ്ര ഗവൺമെൻറ് വിറ്റഴിച്ചത്. ഇതുവഴി ഏകദേശം സർക്കാരിന് 21,000 കോടി രൂപയുടെ സമാഹരിക്കാനായിട്ട് സാധിച്ചത്. അതായത് 949 രൂപയ്ക്കാണ് അത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം LIC നേരെ ഇടിവാണ്. ഇടിവെന്ന് വെച്ചാൽ മോഡി പാർലമെൻറ്റിൽ സംസാരിച്ചതാണ് LIC ഷെയർസ്. കാരണം ചില പ്രഖ്യാപനങ്ങൾ, ചില നെഗറ്റീവ്, അതായത് എതിർകക്ഷികൾ ചില നെഗറ്റീവ് ഇതിനെക്കുറിച്ച് അടിച്ചുണ്ടാക്കി, അതുകൂടാതെ അവർ ഇടിച്ചു താത്താനായിട്ട് അങ്ങനെ പലതും ചെയ്തെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷേ അതിന് ശേഷം LIC ലിസ്റ്റ് ചെയ്തതിന് ശേഷം LIC ഷെയർ നല്ല രീതിയിൽ താഴ്ന്നു. നമുക്കിവിടെ ചാർട്ട് എടുത്ത് നോക്കാം. ഒരു വീക്കിലി ചാർട്ട് എടുത്ത് നോക്കിയാൽ അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവും. വീക്കിലി ഏകദേശം നമുക്കറിയാം ഇവിടത്തേണ് ഏകദേശം 900 രൂപയുടെ അടുത്ത് വന്നിട്ട് നേരെ അതിൻ്റെ പകുതി 535 വരെ ഇത് താഴ്ന്നു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ഫേസ് രൂപപ്പെട്ടതിന് ശേഷം വീക്കിലി ചാർട്ട് എടുത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ താഴ്ന്നു. അതിനുശേഷം ഒരു കൺസോളിഡേഷൻ ഫേസ് രൂപപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് കിട്ടി നേരെ മുകളിലേക്ക് പോയി. ഇപ്പോഴും ഏകദേശം ഒരു കൺസോളിഡേഷൻ ഫേസിലാണ് ഇത് നിൽക്കുന്നത്. ഇത് വീക്കിലി ചാർട്ട്. നമുക്കിത് ഒരു ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇൻട്രാഡേ ചാർട്ട് കണ്ട ഒരു കൺസോളിഡേഷൻ ഫേസിലുള്ള കുറച്ച് ദിവസങ്ങളിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു ന്യൂസ് ബേസ് വന്നു. അപ്പോൾ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ ഇവിടെ വന്നു വിത്ത് അത്യാവശ്യം നല്ല വോളിയവും ഉണ്ട്. അപ്പോൾ വരും ദിവസങ്ങളിൽ മേബി ഇതിന് ഏകദേശം ഒരു 1000-ന് മുകളിൽ 1100-ന് മുകളിലൊക്കെ ഒരു ക്ലോസിങ് കിട്ടുകയാണെങ്കിൽ പ്ലസ് ഈ ന്യൂസും കൂടി കെടുക്കുന്നത്, അതായത് 1000-ന് മുകളിലാകുമ്പോൾ ഒരു മെയിൻ റെസിസ്റ്റൻസ് സോൺ ഇത് ബ്രേക്ക് ചെയ്യും. ഇവിടെ റെസിസ്റ്റൻസ് സോണാണ്, അത് ബ്രേക്ക് ചെയ്യും. അതുകൂടാതെ പ്ലസ് ഈ ന്യൂസും കൂടി പോസിറ്റീവ് ന്യൂസും കൂടി ആയതുകൊണ്ട് LIC ഷെയർ വീണ്ടും ഒരു ഉയരാനായിട്ട് സാധ്യതയുണ്ട്. പക്ഷേ ഇൻട്രാഡേ ബേസ് നമ്മൾ നോക്കുമ്പോൾ കൃത്യമായ സ്റ്റോപ്പ് ലോസ് പോയിന്റ് നമ്മൾ പരിപാലിക്കേണ്ടതുണ്ട്. നമുക്കറിയാം മൾട്ടി സപ്പോർട്ട് ഏരിയ ഇതാണ്, മൾട്ടി സോൺ ഓഫ് സപ്പോർട്ട് ആണ്. ഇവിടെ സപ്പോർട്ട്, ഇവിടെ സപ്പോർട്ട് 3 പ്രാവശ്യമാണ് ആ സപ്പോർട്ട് സോണിൽ ഏകദേശം വന്നിട്ടുള്ളത്. അപ്പോൾ ആ സപ്പോർട്ട് സോൺ ഏരിയ ഏതാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏകദേശം അത് 855-850 റേഞ്ചിലാണ് ഈ സപ്പോർട്ട് സോൺ എടുക്കുന്നത്. കാരണം ഈ സപ്പോർട്ട് സോണിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 855-850 സോണാണിത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ കണ്ട ഇവിടെ ഒരു കൺസോളിഡേഷൻ കുറച്ച് നാൾ നിന്നു. ഇവിടെ കൺസോളിഡേഷൻ കുറച്ച് നാൾ, അതിന് ശേഷം അവിടെ നിന്ന് കയറിപ്പോയി. ആ ഏരിയയാണ് ആ മെയിൻ. ഇതിനു മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഈ റെസിസ്റ്റൻസ് സോണാണ് ഇവിടെ സപ്പോർട്ടായിട്ട് വന്നിട്ടുള്ളത്. അതായത് 3 പ്രാവശ്യം, ഏകദേശം 3 പ്രാവശ്യം ആ ലൈൻ ഇട്ടു. അപ്പോൾ അതൊരു നല്ല സപ്പോർട്ട് സോണാണ്. മേ ബി അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വീണ്ടും താഴേക്ക് വരും. പക്ഷേ ഈ 1100 മുകളിലേക്ക്, അത് ഇവിടെ ന്യൂസും കൂടി ഉണ്ട്, ഈ ടെക്നിക്കൽ ലെവൽസ് ബ്രേക്ക് ആവുമ്പോൾ ഇത് നല്ല രീതിയിൽ വീണ്ടും കയറും. കാരണം 2 കണ്ടീഷനാണ് വന്നത്, ഒരു ന്യൂസ് ബേസും ഒന്ന് ടെക്നിക്കൽ കണ്ടീഷൻ ബ്രേക്ക് ഔട്ടും വന്നതുകൊണ്ട് വീണ്ടും മുകളിലേക്ക് പോകാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. ഇനി നമുക്ക് വീക്കിലി ചാർട്ട് വ്യൂയിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് വീക്കിലി ചാർട്ട് വ്യൂ കാണുന്നത്? അപ്പോൾ ഇതാണ് വീക്കിലി ചാർട്ട്. വീക്കിലി ചാർട്ട് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇൻട്രാഡേ ചാർട്ട് വ്യൂവിൽ സപ്പോർട്ട് നമ്മൾ നോക്കി 850-855 ആ റേഞ്ച്, ആ സോൺ നമ്മൾ സപ്പോർട്ട് എടുത്ത് നോക്കി. പക്ഷേ ആ സോണിൻ്റെ പ്രത്യേകത വീക്കിലി ചാർട്ട് വ്യൂവിൽ വരുമ്പോഴാണ് അതിന് ഭംഗി കാണാം. ഭംഗി എന്ന് വെച്ചാൽ വിശാലമായ അർത്ഥത്തിൽ, നമ്മൾ പറയില്ലേ മലയാളത്തിൽ ചൊല്ലില്ല, വിശാലമായ അർത്ഥത്തിൽ, അതായത് കൂടുതൽ റേഞ്ചിൽ നമ്മൾ ചാർട്ടിനെ അപഗ്രഥിക്കുകയാണ്. അല്ലെങ്കിൽ കൂടുതൽ റേഞ്ചിൽ ഒരു ചാർട്ട് വ്യൂ നമ്മൾ കാണുന്നത്. നമ്മൾ ഇൻട്രാഡേ ചാർട്ട് നോക്കുമ്പോൾ കുറച്ച് ഏരിയയാണ് നമ്മൾ കണ്ടത്. ആ ഏരിയയിൽ നമുക്ക് 850-55 സപ്പോർട്ട് പോയിന്റ് നമുക്ക് കിട്ടി.
പക്ഷേ ഇവിടെ നോക്കുമ്പോഴോ നമ്മൾ വീക്കിലി ചാർട്ടുകൾ കുറച്ചും കൂടി ഭംഗിയുള്ള ചാർട്ടാണ് കാണുന്നത്. നമുക്ക് നോക്കാം എന്താണ് ആ ഭംഗിക്ക് നിദാനം എന്നുള്ളത്. ഇവിടെ സപ്പോർട്ട് സോൺ ഉണ്ടെന്ന് പറഞ്ഞു, അതായത് ഏകദേശം 855. അവിടെ നമുക്കൊരു ലൈൻ വരച്ച് നോക്കാം. ലൈനല്ല, ഒരു സപ്പോർട്ട് സോൺ. ലൈൻ ഒരിക്കലും ഒരു ഇതില്ല, ഒരു സോണാണ്. കാരണം സോൺ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 850, 860 അല്ലെങ്കിൽ 450, 400, അതാണ് സോൺ. അല്ലാണ്ട് ഒരു പർട്ടിക്കുലർ റേഞ്ചിൽ വന്നിട്ട് സപ്പോർട്ടോ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ല. അതായത് 855 കൃത്യം പോയിന്റ് അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഒരു സോണാണ്. അപ്പോൾ ഒരു റേഞ്ച്, അപ്പോൾ ആ റേഞ്ചിൽ നമുക്ക് ഇവിടെ വരച്ച് കണ്ട, ഇവിടെ 850, 855 റേഞ്ചാണ് ഇത് കാണുന്നത് നമുക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു സോൺ വരച്ച് നോക്കി കണ്ട ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു സോൺ നമ്മൾ വരച്ചു, അതായത് ഇത് സപ്പോർട്ട് സോൺ. ഇൻട്രാഡേയിൽ വന്നപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ എന്ത് കണ്ടു, ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്റൻസ് സോണും കണ്ടു. ആ റെസിസ്റ്റൻസ് സോണാണ് ഇവിടെ സപ്പോർട്ടായിട്ട് മാറിയത് ഇൻട്രാഡേയിൽ നമ്മൾ നോക്കിയപ്പോൾ. ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇത് വീക്കിലി നമ്മൾ കാണും. അപ്പോൾ ഇവിടെ നമ്മളൊരു സപ്പോർട്ട് സോൺ നമ്മൾ വരച്ചു കൊടുത്തു. ഇനിയാണ് ഇതിൻ്റെ വേറെ ഭംഗിയുള്ള കാര്യം. ഈ സപ്പോർട്ട് സോണിനെ നമുക്ക് നേരെ ബാക്കിലേക്ക് നീട്ടി അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഈ സപ്പോർട്ട് സോണിന് നമ്മൾ നേരെ ബാക്കിലേക്ക് കുറച്ച് അങ്ങോട്ട് നീട്ടി വരച്ചു. 850, 850. അപ്പോൾ ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ കാണുന്നതിൻ്റെ ഭംഗിയാണ് ഈ കാണുന്നത്. കാരണം ഇവിടെ നിന്നാണ് സ്റ്റോക്ക് താഴുന്നത്. കാരണം കണ്ട, അത് ഇഷ്യൂ ചെയ്തതിൻ്റെ അവിടെ നിന്ന് താഴ്ന്നു. അവിടെ എത്തിയപ്പോൾ ഇൻട്രാഡേയിൽ നമ്മൾ കണ്ടില്ല, അവിടെ എത്തിയപ്പോൾ കയറാനായിട്ട് കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിച്ചു. അതിനുശേഷം വീണ്ടും കയറിയിട്ട് അവിടെ ആ മെയിൻ റെസിസ്റ്റൻസ് സോണും ഉണ്ടായത് ഇവിടെ സപ്പോർട്ടായിട്ട് പരിണമിക്കുകയാണ് ചെയ്തത്. അപ്പോൾ വീക്കിലി എടുക്കുമ്പോൾ ലോങ് ടേം വ്യൂകാർക്ക് ഇത് 850, 855 സപ്പോർട്ട് പോയിന്റിൽ ഒരു SL ക്രിയേറ്റ് ചെയ്തിട്ട് ലോങ് ടേം വ്യൂവിലേക്ക് ഇത് പരിഗണിച്ച് കഴിഞ്ഞാൽ മിക്കവാറും നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിന് താഴേക്ക് ഒരു വീക്കിലി ക്യാൻഡിലോ അല്ലെങ്കിൽ ഇൻട്രാഡേ ക്യാൻഡിലോ സപ്പോസ് ഇവിടെ കയറിപ്പോയി നമുക്ക് കയറാനായിട്ട് പറ്റിയില്ല, വീണ്ടും ക്യാൻഡിലുകൾ ഇങ്ങനെ വന്നു ഇതിന് താഴെ ഇത് ക്ലോസിങ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ ഇവിടെ എത്രയാണ് നമുക്ക് ലോസ് ഉള്ളത് അത് ബുക്ക് ചെയ്തിട്ട് ആ ലോസ് നമ്മുടെ ലോസാണ്. ഒരു ഷെയർ, എല്ലാ ഷെയറും നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആയിട്ട് സാധിക്കില്ല. അപ്പോൾ അത് നമുക്ക് ലോസ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയിട്ട് ആ ലോസ് ബുക്ക് ചെയ്തിട്ട് ഇത് വിറ്റുമാറുകയാണ്. കാരണം അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ആ സ്ട്രക്ചർ ഓഫ് പാറ്റേൺ വ്യത്യാസം വരും. അപ്പോൾ വീണ്ടും ഇത് താഴേക്ക് തന്നെ പോകും. വീണ്ടും നമുക്ക് താഴേക്ക് വരുമ്പോൾ അടുത്ത ലെവല് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല എവിടം വരെ പോകുന്നു. പിന്നെ അടുത്ത ഒരു ബയർ സോൺ വരണം നമുക്ക് ഇത് മേടിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറ്റ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ ഷെയർ മാർക്കറ്റ് റിലേറ്റഡ് ഗ്രൂപ്പിലേക്കോ ഫോർവേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ കാര്യങ്ങൾ കണ്ട് അറിഞ്ഞു മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷനോ ബൈ സെൽ റെക്കമെൻഡേഷനോ അല്ല എന്ന് പ്രത്യേകം ഓർമ്മിക്കണം. കാരണം കണ്ട, നമ്മൾ ഈ സോണൊക്കെ വന്നത് എന്തുകൊണ്ട് ഇവിടെ തന്നെ വന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ്. കണ്ട, ഇവിടെ നിന്ന് ഈ ഷെയർ ഇത്രയും താഴ്ന്നുണ്ട്, എന്തുകൊണ്ട് ഇവിടം വരെ താഴ്ന്നില്ല? അതൊരു ചോദ്യമല്ല. ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം പറയാൻ കഴിയണ്ട എന്തുകൊണ്ട് താഴ്ന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആണ് ഇത്. അപ്പോൾ ചില റേഞ്ചുകൾ കഴിഞ്ഞാൽ ചില സ്റ്റോക്ക് കയറും, ചില റേഞ്ചുകൾ കഴിഞ്ഞാൽ ചില സ്റ്റോക്കുകൾ താഴും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് മാത്രം ഇത് കാണുക. ബൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ടോ നിങ്ങളുടെ ബ്രോക്കറുമായിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒരു അനലൈസേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ ഇതിൽ ഒരു ബൈ എൻട്രി എടുക്കാനായിട്ട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ വേറെ നല്ല ടോപ്പിക്ക്, ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻസോ അല്ലെ മണി റിലേറ്റഡോ ടോപ്പിക്കായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.